ഇത് കണ്ടോ, നമ്മുടെ സ്കൂളിൽ ഇന്ന് നല്ല ഒരു പപ്പായ കിട്ടി. നല്ല ഓർഗാനിക് ആയിട്ടുള്ള പപ്പായയാണ്. അത് കണ്ടോ, നമ്മൾ കട്ട് ചെയ്യുവാണ്. ഈ ഭാഗം കുറച്ച് പച്ച നിറമുണ്ട്. ആ ഭാഗം അതായത് ഫുള്ള് വിളഞ്ഞിട്ടില്ല, എങ്കിലും കൊള്ളാമെന്ന് തോന്നുന്നു. അത് നമ്മുടെ കൃഷ്ണവേണി ടീച്ചർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ കത്തി കിട്ടിയത് നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് മഞ്ജുവാക്ക് ഈ കത്തി തന്നത്. ഒരല്പം വളഞ്ഞ കത്തിയാണല്ലേ. അങ്ങനെ നമ്മുടെ പപ്പായ കട്ട് ചെയ്തു, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പപ്പായ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. അവസാനം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഏകദേശമൊക്കെ ദേ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. എത്രത്തോളം മധുരമുണ്ട്, എത്രത്തോളം വിളഞ്ഞതാണെന്നൊക്കെ നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാം അല്ലേ. കണ്ടോ, ഈ ഭാഗം അത്ര വിളഞ്ഞിട്ടില്ല. വേണ്ടേ, തൊലിയെല്ലാം ചെത്തി തീർന്നു. ഇനി അത് കട്ട് ചെയ്തിടുക. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. വേണ്ടോ, മനോഹരമായിട്ടുള്ളൊരു പപ്പായ അല്ലേ. ഇനി അത് കുരുവെല്ലാം കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. ഈ പപ്പായയിൽ കുരു ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല രസമാണ്. അതിൻ്റെ കുരു ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോഴത്തേക്ക് എനിക്കത് വലിയ ഇഷ്ടമാണ്. വേണ്ട, കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് കഴിക്കാറാവുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാം കേട്ടോ. അത് 2ആയിട്ടും 3ആയിട്ടും 4ആയിട്ടും ഒക്കെ കട്ട് ചെയ്തിടുകയാണ്. നല്ല രസത്തിന് കട്ട് ചെയ്യുന്നുണ്ടല്ലേ. എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം ഓരോ പീസായിട്ട് എടുത്ത് കഴിച്ച് നോക്കാം. എന്താവുമോ എന്തോ, നല്ല മധുരം കാണുമോ എന്തോ. ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ. കുഴപ്പമില്ല.